സംസ്ഥാനത്തിന്റെ വികസന ഭൂമികയിൽ നിർണായക പങ്കുവഹിക്കുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ സംരക്ഷിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ വ്യക്തമാക്കുന്നതാണ് ധനമന്ത്രി KN ബാലഗോപാലിന്റെ പുതിയ പ്രഖ്യാപനങ്ങൾ. രാജ്യത്തെ തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും മാതൃകാപരമായി നടപ്പിലാക്കുന്ന സംസ്ഥാനമെന്ന ഖ്യാതി കേരളത്തിന് സ്വന്തമാണ്. എന്നാൽ കേന്ദ്ര സർക്കാർ ഈ മേഖലയിൽ വരുത്തിക്കൊണ്ടുവരുന്ന പുതിയ ഭേദഗതികളും ഇടപെടലുകളും പദ്ധതിയുടെ സുഗമമായ മുന്നോട്ടു പോക്കിന് വലിയ വെല്ലുവിളികൾ ഉയർത്തുകയാണ്. ഈ പ്രതിസന്ധികളെ മറികടന്ന് സാധാരണക്കാരായ തൊഴിലാളികളുടെ ജീവിതോപാധി സംരക്ഷിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ 1000 കോടി രൂപ അധികമായി നീക്കിവെച്ചിരിക്കുകയാണ്. സാധാരണക്കാരായ തൊഴിലാളികൾക്ക് അർഹമായ വേതനവും കൃത്യമായ തൊഴിൽ ദിനങ്ങളും ഉറപ്പാക്കുന്നതിൽ കേരളം രാജ്യത്തിനെന്നും മാതൃകയാകുമെന്ന് ഇതോടെ ഒരിക്കൽ കൂടി അടിവരയിടുകയാണ്. കേന്ദ്രത്തിന്റെ പുതിയ തൊഴിലുറപ്പ് നിയമപരിഷ്കാരങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമായാണ് സംസ്ഥാന സർക്കാർ തുടക്കം മുതൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഫെഡറൽ സംവിധാനത്തിന്റെ അന്തസത്തയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് പുതിയ നിയമത്തിലൂടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. പദ്ധതിയുടെ നടത്തിപ്പിൽ സംസ്ഥാനങ്ങൾക്ക് ഉണ്ടായിരുന്ന സ്വയം ഭരണാധികാരത്തെയും സാമ്പത്തിക സുരക്ഷിതത്വത്തെയും ദോഷകരമായി ബാധിക്കുന്ന ഇത്തരം നീക്കങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് നേരിട്ട് കത്തയച്ചു. ഈ ഭേദഗതികൾ സംസ്ഥാനങ്ങളുടെ പരിമിതമായ സാമ്പത്തിക സ്രോതസ്സുകൾക്ക് താങ്ങാനാവാത്ത ബാധ്യത ഉണ്ടാക്കുമെന്നും പദ്ധതിയുടെ ഗുണഫലങ്ങൾ താഴെത്തട്ടിലുള്ളവരിലേക്ക് എത്തുന്നതിനെ തടസ്സപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി കത്തിലൂടെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന ഈ പദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ അത് കൃത്യമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണമെന്നും കേരളം ആവശ്യപ്പെടുന്നു. നിലവിലുള്ള തൊഴിലുറപ്പ് നിയമം അനുസരിച്ച് തൊഴിലാളികൾക്ക് നൽകുന്ന കൂലി നയത്തിനുള്ള മുഴുവൻ തുകയും കേന്ദ്ര സർക്കാരാണ് വഹിക്കുന്നത്. എന്നാൽ പുതിയ ബില്ലിലെ നിർദ്ദേശങ്ങൾ പ്രകാരം കേന്ദ്ര വിഹിതം 60% കുറയ്ക്കാനാണ് നീക്കം നടക്കുന്നത്. ബാക്കി തുക സംസ്ഥാനങ്ങൾ സ്വന്തം നിലയിൽ കണ്ടെത്തേണ്ടി വരും. ഇത്തരമൊരു മാറ്റം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പ്രാഥമികമായി കണക്കാക്കിയതനുസരിച്ച് ഈ നിയമ ഭേദഗതി നടപ്പിലാക്കുകയാണെങ്കിൽ പ്രതിവർഷം ഏകദേശം 3500 കോടി രൂപയുടെ വലിയ സാമ്പത്തിക നഷ്ടമാണ് കേരളത്തിന് ഉണ്ടാകുക. സംസ്ഥാനത്തിന്റെ പൊതുവായ സാമ്പത്തിക സ്ഥിതിയെയും വികസന പ്രവർത്തനങ്ങളെയും ഇത് പ്രതികൂലമായി ബാധിക്കും. ഗ്രാമീണ മേഖലയിലെ ദരിദ്ര കുടുംബങ്ങൾക്ക് വലിയൊരു ആശ്വാസമാകുന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ അടിത്തറയിളക്കുന്ന ഇത്തരം പരിഷ്കാരങ്ങളിൽ നിന്ന് കേന്ദ്രം പിന്മാറണമെന്നാണ് കേരളം ഇതിനോടകം തന്നെ ആവശ്യപ്പെടുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളിൽ മഹാഭൂരിഭാഗവും സ്ത്രീകളാണ്. അവരുടെ സാമ്പത്തിക സ്വാശ്രയത്തിനും സാമൂഹിക പദവിക്കും ഈ പദ്ധതി നൽകുന്ന കരുത്ത് ചെറുതല്ല. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇത്തരം പദ്ധതികൾ നൽകുന്ന സുരക്ഷിതത്വം ഇല്ലാതാക്കുന്നത് വലിയ സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കേന്ദ്ര വിഹിതം കുറയുന്നതോടെ പദ്ധതിയുടെ വ്യാപ്തി ചുരുങ്ങാനും തൊഴിൽ ദിനങ്ങൾ കുറയ്ക്കാനും സാധ്യതയുള്ളതിനാൽ സാധാരണക്കാരുടെ വരുമാന മാർഗം ഇല്ലാതാകും. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ സ്വന്തം സാമ്പത്തിക പരിമിതികൾക്കുള്ളിൽ നിന്ന് പോലും വലിയൊരു തുക നീക്കിവെക്കാൻ തയ്യാറായത്. തൊഴിൽ ചെയ്യാനുള്ള അവകാശം സംരക്ഷിക്കുന്നതിനും ഗ്രാമീണ ജീവിത നിലവാരം ഉയർത്തുന്നതിനും സർക്കാരിനുള്ള പ്രതിബദ്ധതയാണ് ഇതിലൂടെ തെളിയുന്നത്. സംസ്ഥാനത്തെ കാർഷിക മേഖലയുമായും പരിസ്ഥിതി സംരക്ഷണവുമായും തൊഴിലുറപ്പ് പദ്ധതിയെ വിജയകരമായി കൂട്ടിച്ചേർക്കാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ട്. ജലസംരക്ഷണം, തരിശുഭൂമിയിലെ കൃഷി, മാലിന്യ സംസ്കരണം തുടങ്ങിയ വൈവിധ്യമാർന്ന മേഖലകളിൽ പദ്ധതിയുടെ ഗുണഫലങ്ങൾ ഇന്ന് ദൃശ്യമാണ്. മികച്ച രീതിയിൽ പദ്ധതി നടപ്പിലാക്കിയതിന് നിരവധി പുരസ്കാരങ്ങൾ കേരളത്തെ തേടിയെത്തിയിട്ടുണ്ട്. ഈ മുന്നേറ്റത്തെ തകർക്കുന്ന രീതിയിലുള്ള ഏതു നീക്കത്തെയും രാഷ്ട്രീയമായും ഭരണപരമായും നേരിടാനാണ് കേരളത്തിന്റെ തീരുമാനം. സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ കടന്നുകയറുന്ന കേന്ദ്ര നയങ്ങൾ തിരുത്തപ്പെടേണ്ടതുണ്ടെന്നും പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിലുള്ള ബദൽ മാർഗങ്ങൾ സർക്കാർ ആവിഷ്കരിക്കുമെന്നും KN ബാലഗോപാൽ വ്യക്തമാക്കി. കേരളത്തിന്റെ ഈ നിലപാട് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്കും വലിയൊരു ഊർജിതമായി മാറും എന്നതിൽ സംശയമില്ല. വരും വർഷങ്ങളിൽ കൂടുതൽ ഫലപ്രദമായി പദ്ധതി നടപ്പിലാക്കി സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം.